ഹലോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 3, 4, 5 ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട്. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഹെൽത്ത് ഓക്കെ അല്ലായിരുന്നു. പിന്നെ സിക്കായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇടാനായിട്ട് താമസിച്ചത്. അതിന് നിങ്ങളോട് ഞാൻ ആദ്യമായിട്ട് ഒരു സോറി പറയുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ട് എന്നോട് ക്ഷമിക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ആ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാവരും ചോദിച്ചതിന് കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ടുണ്ട്, എനിക്കറിയാം. അപ്പോൾ അതിൻ്റെയൊക്കെ ആൻസർ അടുത്തടുത്ത വീഡിയോസിലായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MODയുടെ അക്കോമഡേഷനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായി, ചേച്ചി ഒരു ഹോം ടൂർ അങ്ങനെ നടത്താമോ എന്ന്. പക്ഷേ ഞാനാണെങ്കിൽ ഇവിടുത്തെ അക്കോമഡേഷനിലല്ല, ഞങ്ങൾ വെളിയിൽ അക്കോമഡേഷൻ എടുത്തിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അക്കോമഡേഷൻ്റെ ഇതൊന്നും കാണിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ കൂട്ടത്തിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിലിപ്പോൾ ലീവിന് പോയേക്കുവാണ്. അപ്പോൾ അവൾ വന്നു കഴിഞ്ഞാൽ ഉടനെ, അപ്പോൾ ഇപ്പോൾ പോയിട്ടേ ഉള്ളൂ. അപ്പോൾ ലീവ് കഴിഞ്ഞിട്ട് വന്ന ഉടനെ ഞാൻ അവൾ ഹോസ്പിറ്റലിൻ്റെ അക്കോമഡേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടുത്തെ വീഡിയോ എടുത്ത് ഞാനൊരു ഷോർട്സ് പോലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. MODയുടെ അക്കോമഡേഷൻ എന്ന് പറയുമ്പോഴത്തേനും ഞാൻ വന്ന കാര്യം തൊട്ടുള്ളത് പറയാം. ഞാനിപ്പോൾ വന്നിട്ട് 2 വർഷമായെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ വീഡിയോ കാണുന്ന എൻ്റെ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ 2 വർഷം മുന്നേ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഞങ്ങൾ ഹോസ്പിറ്റൽ അക്കോമഡേഷനിലായിരുന്നു. ആ സമയത്ത് നമുക്ക് വന്നു. ഒക്ടോബർ 28-ാം തീയതിയാണ് നമ്മളിവിടെ വന്നത്. അവരപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് പേര് റിക്രൂട്ട് ചെയ്ത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവർ നമുക്ക് അക്കോമഡേഷൻ എല്ലാം നേരത്തെ തന്നെ അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കും. ഇവിടെ വരുന്ന സമയത്ത് അവരെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹോസ്റ്റലിലെ വാർഡൻ കാണും, പിന്നെ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറച്ച് പേരും കാണും. അവർ നമുക്ക് ഒരു റൂമിൽ 2 പേര് വെച്ച് നമുക്ക് ഒരുമിച്ച് വന്നവരാണെങ്കിൽ, ഇപ്പോൾ എനിക്കും വേറൊരു കൂട്ടുകാരിക്കും ഞാനിപ്പോൾ അടുത്ത് അറിയാവുന്ന ഒരാളാണ് ഒരുമിച്ചാണ് വന്നതെങ്കിൽ നമ്മൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർ ഒരു റൂമിൽ അക്കോമഡേഷൻ ആക്കി തരും. അതേപോലെ ഞങ്ങൾ വന്ന സമയത്ത് അങ്ങനെ എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് അറിയത്തൊന്നും ഉണ്ടായില്ല. വന്ന് ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങി കഴിഞ്ഞ് വണ്ടിയിൽ കയറുമ്പോഴാണ് എല്ലാവരും തമ്മിൽ പരിചയപ്പെട്ടും കാര്യങ്ങളൊക്കെ വന്നത്. ആ സമയത്ത് നമ്മളിങ്ങനെ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്നും അറിയത്തില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവർ തന്നെ സജസ്റ്റ് ചെയ്തു, ഇന്ന 2 പേര് വെച്ചിട്ട് സജസ്റ്റ് ചെയ്തു. പിന്നെ അറിയാവുന്ന കുട്ടികളാണെങ്കിൽ അവർ ഒരുമിച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ഒരു റൂം മതി എന്നുള്ളത്. നമുക്കിവിടെ മാക്സിമം ഒരു റൂമിൽ വരുന്നത് 2 പേരാണ് വരുന്നത്. അതിൽ 2 പേർക്കുള്ള ഒരു റൂം ആണ് അവർ തരുന്നത്. റൂമിനകത്ത് വേറൊരു ബാത്റൂം കാണും. പിന്നെ നമുക്ക് വരുന്നത് ഒരു കിച്ചൺ കാണും. കിച്ചണിൽ ഉള്ള പാത്രങ്ങൾ, സാധനങ്ങൾ എല്ലാം അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. പക്ഷെ ഞങ്ങളോട് ഏജൻസി എന്ന് പറഞ്ഞനുസരിച്ച് ഞങ്ങൾ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ആൾക്ക് വെച്ചിട്ട് ഓരോ സെറ്റ് പാന്, തവ, അതേപോലത്തെ ഒരു 3-4 സെറ്റ് കിച്ചൺ എക്യുപ്മെൻറ്റ്സ് സാധനങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ടായി. അതേപോലെ നമുക്കിവിടെ ഇലക്ട്രിക് സ്റ്റൗ ആണ്, ഞങ്ങൾക്ക് വന്ന സമയത്ത് ഇലക്ട്രിക് സ്റ്റൗ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്കും എനിക്ക് തോന്നുന്നു ഇലക്ട്രിക് സ്റ്റൗ ആണ് അവർ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഒരു ഫ്രിഡ്ജ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരു സാധനങ്ങളും കാര്യങ്ങളും എല്ലാം വെക്കാനായിട്ടുള്ള കബോർഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു അലമാര, അത് ഹോസ്പിറ്റൽ അനുസരിച്ച് വ്യത്യാസം വരാം. ഒരു അലമാര ഉണ്ടാവും. ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ അലമാരകൾ ഉണ്ടാകും. പിന്നെ നമ്മൾക്ക് ഡ്രോയേഴ്സ് ഉണ്ടാകും, നമ്മുടെ ബുക്സ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെക്കാനായിട്ട്. ടേബിൾസ് ഉണ്ടാവും. പിന്നെ നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാത്റൂം നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്റൂം ആയിരിക്കും. പിന്നെ എന്താ പറയേണ്ടത്, പിന്നെ ബാത്റൂമിൽ നമ്മൾക്കുണ്ടാകുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ വാഷിംഗ് മെഷീൻ ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായി വന്ന സമയത്ത്. അപ്പോൾ ഇത്രയും ഒക്കെയാണ് നമുക്ക് ഒരു അക്കോമഡേഷനെ കുറിച്ച് പറയാനുള്ളത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത്
അവിടെ തന്നെ നമുക്കൊരു ലിവിങ് ഏരിയ ഉണ്ടാവും. ലിവിങ് ഏരിയയിൽ നമുക്ക് റൂമിൽ ഇരിക്കേണ്ടാത്തവർക്ക് ലിവിങ് ഏരിയയിൽ വന്ന് ചില സമയത്ത് ഇരിക്കേണ്ടവർക്ക് അങ്ങനെ ഇരിക്കാം. അങ്ങനത്തെയുള്ള ഒരു ഏരിയാസ് ഉണ്ടായിരുന്നു. പിന്നെ കോമൺ ആയിട്ടുള്ള ഒരു കിച്ചൺ ഉണ്ടായിരുന്നു. കാരണം ആരെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ 2 പേര് ഒരുമിച്ചായിരിക്കും കുക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ 2 പേര് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒരാൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് അവിടെ കുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കോമൺ കിച്ചണിൽ പോയിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാല് അവര് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്ന ഒരിതെന്ന് പറഞ്ഞാല് കോമൺ ഹാളില് ടിവി അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മളതൊന്നും വെക്കാറില്ല. എന്നാലും അതൊക്കെ അവര് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായി. അതിനുശേഷം അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഒരു റൂമില് 2 ബെഡുണ്ടാവും. 2 ബെഡില് അവര് കട്ടിലുണ്ടാവും. കട്ടില്, ബെഡ് തരും. ബെഡിന്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു എന്താ ബ്ലാങ്കറ്റ്, അതേപോലെ തന്നെ ഒരു പില്ലോയ് അങ്ങനെയൊക്കെ അവര് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായി വന്ന സമയത്ത്. ഓരോരുത്തർക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട്. അതേപോലെ തന്നെ കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അവര് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായി. പിന്നെ നമുക്ക് വരുന്നത് ഇലക്ട്രിക് സ്റ്റൗവ്, പിന്നെ കിച്ചണില് സാധനങ്ങൾ വെക്കാനുള്ള സെപ്പറേറ്റ് കബോർഡുകൾ കാര്യങ്ങള്, ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു, ഒരു വലിയ ഫ്രിഡ്ജ്. 2 പേർക്ക് അത് മതിയാവും. വലിയ ഫ്രിഡ്ജുണ്ട്. പിന്നെ നമുക്ക് ബാത്റൂമില് വാഷിംഗ് മെഷീന് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കൂടാതെ നമുക്ക് കോമൺ വാഷിംഗ് മെഷീന്, ഡ്രയർ ഒരു സെപ്പറേറ്റ് ഏരിയയിൽ അവര് തന്നിട്ടുണ്ടായി. അങ്ങനെ നോക്കുവാണെന്നുണ്ടെങ്കിൽ എംഒഡിയുടെ ഫെസിലിറ്റീസ് നോക്കുവാണെങ്കിൽ നല്ലൊരു ഫെസിലിറ്റിയാണ്. കാരണം നമ്മൾ നാട്ടിലൊക്കെ ഒരു പ്രൈവറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലായാലും വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്കൊരു അക്കോമഡേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു സാധനങ്ങളും ഉണ്ടാവില്ല. നമ്മളതൊക്കെ വാങ്ങിക്കേണ്ടി വരും. അതേപോലെ തന്നെ നമ്മൾ ഒരു റൂമിൽ തന്നെ ഒരു 4, 5 പേരായിരിക്കും താമസിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സെപ്പറേറ്റ് അക്കോമഡേഷൻ വേറെ നോക്കേണ്ടി വരും. അങ്ങനെയൊക്കെ. പിന്നെ ഞങ്ങളുടെ കാര്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വന്ന സമയത്ത് ഒരു 6 മാസം നമ്മൾ ഹോസ്പിറ്റലിൻ്റെ അക്കോമഡേഷനിൽ തന്നെയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ സമയത്ത് അവർ റിനോവേഷൻ നടത്തിയപ്പോഴത്തേനും ബിൽഡിംഗ് ഒക്കെ ഒന്ന് പുതുക്കി പണിയാനായിട്ടുള്ള ഒരു ഇത് നടത്തിയപ്പം ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് വെളിയിൽ അക്കോമഡേഷൻ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം, അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ അവർ അലവൻസ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അപ്പം തൊട്ടടുത്ത് തന്നെ ഇവിടുന്ന് മാറുന്നതിന് മുന്നേ തന്നെ നമ്മൾ തൊട്ടടുത്തൊരു അക്കോമഡേഷൻ നോക്കി. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ കുറേ നഴ്സുമാർക്കുള്ള അക്കോമഡേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എടുത്തപ്പോൾ അവർ നമുക്ക് അലവൻസ് ആയിട്ട് തന്നതെന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് 400 റിയാൽ, പിന്നെ നമുക്ക് ഹൗസിങ് അലവൻസ് ആയിട്ട് 1350 റിയാൽ, അത്രയും നമുക്ക് അവർ വേറെ അക്കോമഡേഷൻ അലവൻസ് ആയിട്ട് തന്നിട്ടുണ്ടായി. അപ്പോൾ അതിനകത്തുനിന്ന് ഞങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന റൂമെന്ന് പറഞ്ഞാൽ 4 പേര് അടങ്ങുന്ന ഒരു റൂമാണ്. എന്ന് വെച്ചാൽ 2 റൂം, ഒരു ഹാള്, ഒരു കിച്ചൺ, ഒരു ബാത്റൂം, അങ്ങനെ 4 പേര് ഒരു റൂമിൽ 2 പേരായിട്ട് നിന്ന് 4 പേര് അടങ്ങുന്ന ഒരു റൂമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് നല്ലൊരു ഫെസിലിറ്റിയാണ്. 500 റിയാലാണ് ഒരാൾക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ തൊട്ടടുത്തായതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് കിട്ടുന്നത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കുവാണെന്നുണ്ടെങ്കിൽ പുറത്തെടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇപ്പോൾ വരുന്നവരൊക്കെ അവർ ഹോസ്പിറ്റൽ അക്കോമഡേഷൻ പുതിയതായിട്ട് ബിൽഡിങ്സ് ഒക്കെ പണിത് അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭമാണ്. ഇങ്ങനെ നോക്കുവാണെന്നുണ്ടെങ്കിലും നമുക്ക് ലാഭമാണ്. കാരണം അങ്ങനെ നോക്കുമ്പോൾ കുറേ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഫ്രിഡ്ജുണ്ട്, വാഷിംഗ് മെഷീനുണ്ട്, കട്ടിൽ, അലമാര, എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ഒരു ഇതും നമുക്ക് പിന്നെ നമുക്ക് ഓവൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓവൻസ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കും. നമുക്ക് ഫുഡ് ഇവിടെ നിന്ന് എടുത്തിട്ട് പോയിട്ട് ഫ്രിഡ്ജിൽ വെച്ച ഫുഡാണെങ്കിലും എടുത്തിട്ട് പോയിട്ട് അവിടെ കൊണ്ട് ചൂടാക്കി കഴിക്കാവുന്ന സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേപോലത്തെ ഫെസിലിറ്റീസൊക്കെ ചില എംഒഡി ഹോസ്പിറ്റലിൻ്റെ ഫെസിലിറ്റീസിലൊക്കെ അവർ ഓവനും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് അക്കോമഡേഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യമാണെങ്കിലും ഇവിടെ നമ്മൾക്ക് ഞങ്ങളിപ്പോൾ തായ്ഫിലായതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് അക്കോമഡേഷൻ. അപ്പം നമുക്കത് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പിന്നെ ബസ്സിന് പോകണമെങ്കിൽ തന്നെയും നമുക്ക് തായ്ഫ് ബസ് സർവീസുകളുണ്ട്. അപ്പം നമ്മൾക്കത് 3 റിയാൽ, എവിടെ തായ്ഫിൽ എവിടെ യാത്ര ചെയ്താലും നമുക്ക് 3 റിയാലേ ആകത്തുള്ളൂ.
അപ്പോൾ അങ്ങനെ ചില ബെനിഫിറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് അക്കോമഡേഷനെ കുറിച്ച് ചോദിച്ചവരോട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ അക്കോമഡേഷനും കാര്യങ്ങളും ഉള്ള വീഡിയോസ് ഞാൻ അടുത്ത ദിവസം തന്നെ അവൾ വന്നതിന് ശേഷം, അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1 മാസം എടുക്കും. കാരണം അവൾ ആനുവൽ ലീവിന് പോയിരിക്കുകയാണ്. അപ്പോൾ വന്നതിന് ശേഷം അവരുടെ റൂമിൽ പോയിട്ട് ഒരു വീഡിയോ ഞാൻ എടുത്ത് ഒരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കമൻറ്റ് ചെയ്തവർക്കൊക്കെ ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് സിക്കായതുകൊണ്ടാണ് ഞാൻ ഇത്ര താമസിച്ച് വീഡിയോസൊക്കെ ഇടുന്നത്. അതുപോലെ തന്നെ ഡ്യൂട്ടിയുടെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് തൊട്ടടുത്ത ദിവസം തന്നെ കാണാം. അപ്പോൾ നിങ്ങൾക്കുള്ള കമൻസിനുള്ള മറുപടികളും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇതിനകത്ത് വീഡിയോസായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി പറയുവാണ്, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ.